അയാൾ പുണ്യതീർത്ഥത്തിൽ മുങ്ങി നിവർന്നുകൊണ്ടിരുന്നു. ചെയ്തുപോയ പാപങ്ങളെല്ലാം ഏറ്റുപറയുകയാണ്. അവസാനത്തെ പാപവും ഏറ്റുപറഞ്ഞു. ആശ്വാസത്തോടെ അയാൾ മുങ്ങി നിവർന്നു. പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിരിക്കുന്നു. താനിപ്പോൾ ഒരു പുണ്യാത്മാവായിരിക്കുന്നു. മനസ്സ് ശാന്തമാകുന്നത് അയാൾ അറിഞ്ഞു. നീണ്ട യാത്രയ്ക്കു ശേഷം അയാൾ വീട്ടിലേക്കുള്ള കൽപ്പടവുകൾ കയറുകയായിരുന്നു. അപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത്. കുറേ ഉറുമ്പുകൾ വരിവരിയായി പോകുന്നു. അയാളുടെ മുഖം മ്ലാനമായി. പണ്ടെങ്ങോ താൻ ചുട്ടുകരിച്ച ഉറുമ്പുകളെ അയാൾ ഓർത്തു. പുണ്യതീർത്ഥത്തിൽ മുങ്ങി നിവരുമ്പോൾ ഇത് ഓർക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. താൻ വീണ്ടും പാപിയായിരിക്കുന്നു. ഭാര്യ ഓടി വന്നു. എന്തുപറ്റി? അയാൾ വിഷമത്തോടെ കാര്യം പറഞ്ഞു. അയാളുടെ മുഖം ശ്രദ്ധിച്ച ഭാര്യ പെട്ടെന്ന് പറഞ്ഞു, അതിനിപ്പോൾ എന്താണ്? പുണ്യതീർത്ഥം അവിടെ തന്നെ ഉണ്ടല്ലോ. എപ്പോഴെങ്കിലും ഒന്ന് പോകണമെന്നല്ലേ ഉള്ളൂ. മറന്നുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തെടുക്കുകയും ചെയ്യാമല്ലോ. അയാളുടെ മുഖം തെളിഞ്ഞു. കുറച്ച് ഉറുമ്പുകൾ അയാളുടെ കാലിൽ കടിച്ചു. നാശങ്ങൾ കോപത്തോടെ പറഞ്ഞിട്ട് അയാൾ ഉറുമ്പുകളെ ചവിട്ടി അരച്ചു. പുണ്യതീർത്ഥം അവിടെ തന്നെയുണ്ട്. അടുത്ത വട്ടമാകട്ടെ ഒന്നുപോലും വിട്ടുപോകരുത്. എല്ലാം ഏറ്റുപറയണം. നിറഞ്ഞ മനസ്സുമായി അയാൾ വീട്ടിലേക്ക് കയറി.